എറണാകുളം പാലാരിവട്ടം KSEB ഓഫീസിൽ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്. രാത്രിയിൽ വൈദ്യുതി മുടങ്ങിയതിന്റെ കാരണം അന്വേഷിച്ച് വിളിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ ഫോൺ എടുക്കാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം നടന്നത്. ആദിത്യന് ഓമനക്കുട്ടനുണ്ട് നമുക്കിപ്പം. ആദി, ഗുഡ് മോർണിംഗ്. ഈ നാട്ടുകാരുടെ പ്രതിഷേധം അത് കെട്ടടങ്ങിയോ അതോ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? എന്താണ് അധികൃതരുടെ നിലപാട്? പറയൂ. സേതു, പുലർച്ചെ 2 മണിവരെ നാട്ടുകാർ അവിടെ പ്രതിഷേധിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പതിവായി പവർ കട്ട്, അതും ഒരു അപ്രഖ്യാപിത പവർ കട്ട് നടത്തുന്നതിൻ്റെ വലിയ ദുരിതത്തിലായിരുന്നു കൊച്ചിക്കാർ. നമുക്കറിയാം, വളരെ ചൂടാണ്, ഉഷ്ണം ഇങ്ങനെ ഉച്ചയ്ക്ക് നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് കൊതുക് ശല്യമൊക്കെ ഉള്ള സ്ഥലമാണ് കൊച്ചി നഗരമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു സമയത്ത്, ഇത്രയധികം മോശം ഒരു സമയത്ത് ആളുകൾക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ വിയർത്തൊട്ടി കിടക്കുന്ന അവസ്ഥയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ആ ഒരു അവസ്ഥയിൽ ഇത്തരത്തിൽ ഈ കൊച്ചി നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളായ ജനവാസ മേഖലകളായ കലൂർ, എടപ്പള്ളി, പാലാരിവട്ടം, ഇളമക്കര എന്നീ ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിൽ പവർ കട്ട് വ്യാപകമായിട്ട് ഉണ്ട്, അപ്രഖ്യാപിതമായിട്ടുണ്ട്. ഒരു രാത്രി 10 മണിക്ക് ശേഷം 11 മണിക്ക് ശേഷം മണിക്കൂറുകളോളം പവർ കട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതും 4 ദിവസമായി ഈ മേഖലകളിൽ, ഇടപ്പള്ളി, പാലാരിവട്ടത്തൊക്കെ, കലൂർ ഭാഗങ്ങളിലൊക്കെ 4 ദിവസമായി ഇത്തരത്തിൽ രാത്രിയിൽ പവർ കട്ട് ആയതോടെയാണ് ജനങ്ങൾ ഈ KSEB കയ്യേറുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ KSEBയിലേക്ക് ഇരച്ചെത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. അതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, 2 ആഴ്ച മുന്നേ ഇതേ KSEB സെക്ഷൻ ഓഫീസിൽ, പാലാരിവട്ടം സെക്ഷൻ ഓഫീസിൽ ഒരു ഭാര്യയും ഭർത്താവും പായ വിരിച്ച് കിടന്ന് പ്രതിഷേധിച്ചിരുന്നു. ഈ പോണേക്കര ഭാഗത്തുള്ള ഒരു ഭാര്യയും ഭർത്താവും. അങ്ങനെ അവരുടെ നിരന്തര പ്രതിഷേധത്തെ തുടർന്ന് അവിടുത്തെ ട്രാൻസ്ഫോമർ പോലും മാറ്റിവെച്ചിരുന്നു. KSEB ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം, ഇത് ഒരു ലൈനിന് താങ്ങുന്നതിലും കൂടുതൽ ലോഡാകുന്നത് കൊണ്ടാണ് ഈ വൈദ്യുതി ഇത്തരത്തിൽ വിച്ഛേദിക്കുന്നതാണ്. പക്ഷേ അതേസമയം നാട്ടുകാർ ചോദിക്കുന്നത്, ഇതിലും കൂടുതൽ വൈദ്യുതി ഉപഭോഗമുള്ള മേഖലകളിൽ, വലിയ വലിയ ഉദ്യോഗസ്ഥരൊക്കെ താമസിക്കുന്ന മേഖലകളിൽ എന്തുകൊണ്ട് നിങ്ങൾ പവർ കട്ട് ചെയ്യുന്നില്ല? ഈ ഭാഗങ്ങളിൽ മാത്രം വർഷങ്ങളായി ഇത്തരത്തിൽ കട്ട് ചെയ്യുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല, ഈ വൈദ്യുതി വിച്ഛേദിക്കുമ്പോൾ അത് ഒന്നും പറയാതെ, യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അപ്രഖ്യാപിതമായി ഈ ഉഷ്ണകാലത്ത് വൈദ്യുതി വിച്ഛേദിക്കുന്നു. നാട്ടുകാർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു. അങ്ങനെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഫോണിൻ്റെ റിസീവർ മാറ്റി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെയൊക്കെ നമ്പർ ചോദിക്കുമ്പോൾ വ്യാജ നമ്പറുകൾ കൊടുത്ത് പറ്റിക്കുന്നു. അങ്ങനെ പോലീസ് പോലും ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. വലിയ പ്രതിഷേധം, നാട്ടുകാർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാതെ ഇവിടെ ഒന്നും മടങ്ങുന്നില്ല എന്നും, ഞങ്ങൾക്ക് ഉറങ്ങണം, സ്വസ്ഥമായി ഉറങ്ങണം എന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. അങ്ങനെ പോലീസൊക്കെ ഇടപെട്ട് മണിക്കൂറുകളുടെ ചർച്ചയ്ക്കൊടുവിൽ ഒരു പുലർച്ചെ 2 മണിയോടെയാണ് നാട്ടുകാർ അവിടം വിട്ടുപോയത്. എന്തായാലും ഈ ചൂട് കാലത്ത് വൈദ്യുതി ഇല്ലെങ്കിൽ അത് നാട്ടുകാർ, ഈ ജോലിയൊക്കെ കഴിഞ്ഞെത്തുന്നവരും കുട്ടികൾ ഉൾപ്പെടെ, ആ ദൃശ്യങ്ങൾ നമ്മൾ വ്യക്തമാണ്, കുട്ടികളുമായി എത്തി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അവിടെ പ്രതിഷേധിച്ചു എന്നാണ്. എന്തായാലും ആർക്കും ഉറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അതിൻ്റെ കൂടെ ഇത്തരത്തിൽ കറണ്ട് കൂടി അപ്രഖ്യാപിതമായി കട്ടാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെ KSEB ഓഫീസിലേക്ക് ഇരച്ചെത്തിയിരിക്കുകയാണ് ജനങ്ങൾ. സേതു, ശരി ആദി, പറഞ്ഞ പോലെ തന്നെയാണ്. ഈ ചൂടത്ത് നമുക്ക് എങ്ങനെ വീട്ടിൽ നിൽക്കാൻ പറ്റുമല്ലേ? ഫാനും AC ഒക്കെ ഇട്ടാൽ പോലും വീട്ടിനകത്ത് നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ അങ്ങനെ ഈ പവർ കട്ടും കൂടി വരുമ്പോൾ പ്രതിഷേധിച്ചതിൽ ഒരു അത്ഭുതവും ഇല്ല. പിന്നെ ഇന്നലെ നമ്മുടെ മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞിരുന്നു, ഈ അത് പവർ കട്ടല്ല, അപ്രഖ്യാപിത പവർ കട്ടല്ല വരുന്നത്, ഈ കുറച്ച് ആഭ്യന്തര ഉൽപ്പാദനം, കറണ്ട് ഉൽപ്പാദനമൊക്കെ കൂട്ടണം, അതല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുമെന്നൊരു തരത്തിൽ അദ്ദേഹം ഒരു വിശദീകരണമൊക്കെ നൽകിയിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് മാത്രം കറണ്ട് കട്ട് ചെയ്യുന്നൊരു നിലപാട്, മറ്റൊരു ഭാഗത്ത് കറണ്ട് സ്ഥിരമായിട്ടുള്ളൊരു നിലപാട്, ഫോൺ എടുക്കാതിരിക്കുക, വ്യാജ ഫോൺ നമ്പർ കൊടുത്ത് പറ്റിക്കുക, ഇങ്ങനത്തെ ഈ നടപടിയൊക്കെ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിനെതിരെ പ്രതിഷേധം വന്നേ മതിയാവുകയുള്ളൂ. എന്താണെങ്കിലും അവർക്ക് ഇനിയെങ്കിലും കറക്റ്റിന് വൈദ്യുതി കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി ആദി.